നമസ്കാരം, ഞാൻ സാജൻ, ചക്രയുമ സാജൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സുഹൃത്ത്, ഒരു മ്യൂസിക് ഡയറക്ടർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രവീന്ദ്ര സംഗീതം എന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 20 കിലോമീറ്റർ ദൂരമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് 20 കിലോമീറ്റർ ദൂരം എന്ന് വെച്ചാൽ, ഞാൻ അഞ്ചൽക്കാരൻ, അദ്ദേഹം കുളത്തൂപ്പുഴക്കാരൻ. അഞ്ചൽ നിന്ന് കുളത്തൂപ്പുഴയ്ക്കുള്ള ദൂരമാണ് 20 കിലോമീറ്റർ. അപ്പോൾ ഈ ദൂരം ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിട്ട് മാറി. അത് ചെന്നൈയിൽ വെച്ചായിരുന്നു. ചെന്നൈ വെച്ചാൽ ഇപ്പോഴാണ് ചെന്നൈ, മദ്രാസിൽ വെച്ച് 1975 കാലഘട്ടത്തിലാണ് ഞാൻ രവിയെ മദ്രാസിൽ കാണുന്നത്. ഞാൻ 72 മുതൽ മദ്രാസിലുണ്ട്. ഒരു അഭിനയ മോഹം കൊണ്ട് മദ്രാസിൽ പോയതാണ്. അതിന് മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു എനിക്ക് ജോലി. ഒരു ലീവിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ നാടായ അഞ്ചലിൽ വരുന്നു. അപ്പോൾ അഞ്ചൽ വരുമ്പോഴത്തേക്ക് എന്നെ ആകർഷിച്ചത് ഒരു ചലച്ചിത്ര പിന്നണി ഗായകൻ്റെ ഗാനം ഇവിടെ ആലപിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ. അതായത് അഞ്ചൽ ജയമോഹൻ എന്നും അഞ്ചൽ സലീം എന്നും 2 തിയേറ്ററുകളാണ്. ഈ ജയമോഹനിൽ ഒരു ഗാനമേള മാത്രമല്ല, നാടകം, ഇങ്ങനെ പലതുമുണ്ട്. ഞാൻ മാനസികമായിട്ട് പഠിക്കുമ്പോഴേ ഒരു സിനിമാക്കാരനാകണം എന്നൊരാഗ്രഹമായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ പലരും പല വഴിക്ക് പോയെങ്കിലും ഒരു കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു അല്പം പോലുള്ള ആൾ ഞങ്ങളുടെ കുടുംബത്തിലില്ല. പിന്നെ എനിക്കെന്തുകൊണ്ടെന്ന് തോന്നിയാൽ എനിക്കതിന് മറുപടിയില്ല, വന്നുപോയി, അങ്ങനെയായി. അപ്പോൾ എന്ത് വന്നാൽ ഞാൻ ഈ ചലച്ചിത്ര പിന്നണി ഗായകൻ്റെ ഗാനം കേൾക്കാൻ എനിക്ക് ഭയങ്കര കൊതി തോന്നി. ഏതായാലും കയ്യിൽ ഇത്തിരി പൈസയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ജയമോഹൻ തിയേറ്ററിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ചില ഗാനമൊക്കെ ചിലരൊക്കെ ആലപിച്ചു, നല്ല പാട്ടുകളായിരുന്നു. ഞാൻ പണ്ടേ ഒരു സംഗീതം ആസ്വദിക്കുന്ന ഒരു പ്രേമിയാണ്. എനിക്ക് പാടാനൊന്നും അറിയില്ലെങ്കിലും പാട്ട് എനിക്ക് ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കേൾക്കുന്നു, നമ്മുടെ പ്രശസ്ത പിന്നണി സിനിമാ ഗായകൻ കുളത്തൂപ്പുഴ രവി നിങ്ങൾക്ക് നല്ലൊരു മനോഹര ഗാനം ആലപിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ദാ വരുന്നു ഒരു ഹിപ്പി, 75 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഹിപ്പി മുടിയായിട്ട് ഇത്രയും മുടി, ഒരു 6 അടി പൊക്കം, ഒരു 32 ഇഞ്ചിൻ്റെ ബെൽബോട്ടം പാൻസ്, ഒരു വലിയ ബെൽറ്റൊക്കെ ഇട്ട് ഒരു മാജാനം ബാഹു വന്നിട്ട് മൈക്കിനെടുത്ത് നിൽക്കുകയാണ്. ഭയങ്കര കരഘോഷം. ഞാൻ കൈയടിച്ചു, പാട്ട് കേൾക്കുന്നു. കാരണം എനിക്ക് സിനിമ പ്രാന്താണല്ലോ. അദ്ദേഹം മനോഹരമായിട്ട് സദസ്സിനെ ഒന്ന് വന്ദിച്ചു, നമസ്കാരം പറഞ്ഞു, കൈയടി, നല്ല കൈയടി. കാരണം സിനിമാ പ്രവർത്തകൻ്റെ ഒരു കൈയടിയാണല്ലോ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നമ്മൾ അന്ന് യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, ഈ 3 പേരെയാണ് നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടത്തിൽ കുളത്തൂപ്പുഴ രവി അന്നൊരു വെള്ളിയാഴ്ച സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ എല്ലാ പീരിയോഡിക്കൽസും വായിക്കുന്ന ആളാണ്. എൻ്റെ ശമ്പളം കിട്ടത്തിൽ ഭൂരിഭാഗവും പീരിയോഡിക്കൽസ് വായിക്കുക എന്നുള്ളതാണ് എൻ്റെ സിനിമ മാസിക, സിനിമാമംഗളം, പിന്നെ നാന, ചിത്രകാർത്തി എന്നിവിടെ കുറേ എല്ലാം എനിക്കത് സിനിമയിലുള്ള എന്ത് സംഭവവും എനിക്കറിയാം. അന്നും അറിയാം, ഇന്നും അറിയാം. അപ്പോൾ അദ്ദേഹം പാടിത്തുടങ്ങിയപ്പോഴാണല്ല, അന്ന് പണിതീരാത്ത വീടെന്നൊരു സിനിമ. ആ സിനിമയിൽ MS വിശ്വനാഥനാണ് അതിൻ്റെ സംഗീത സംവിധാനം. അതൊക്കെ ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആലപിച്ച ഒരു ഗാനം അദ്ദേഹം മൈക്കിലൂടെ പാടുകയാണ്. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനേ എന്ന്. എനിക്ക് പാടാറില്ല. അപ്പോൾ ഇത് മനോഹരമായിട്ട് എങ്ങനെ MS വിശ്വനാഥൻ നമ്മളെ പാടി കേൾപ്പിച്ചുവോ, നമ്മൾ അന്ന് റെക്കോർഡാണ് കേട്ടുവോ, അതുപോലെ മനോഹരമായിട്ടുള്ള പാട്ട്, നല്ല ആസ്വാദനം. പാട്ടെല്ലാം കഴിയുന്നവരെ ഞാൻ ഇദ്ദേഹത്തിന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജയമോഹൻ തിയേറ്ററിന് പുറകിലങ്ങനെ നിന്നു. പക്ഷേ എന്തോ നിരാശ. അദ്ദേഹം ഇതെല്ലാം പാട്ടെല്ലാം കഴിഞ്ഞ് മറ്റ് ഗാനമേള സംഘം പിരിയുമ്പം അദ്ദേഹം വന്നൊരു കാറിൽ കയറിപ്പോയി. ഭയങ്കര നിരാശയായിരുന്നു. എങ്കിലും പാട്ട് കേട്ടു, സന്തോഷം. അന്ന് ഈ കുളത്തൂപ്പുഴ രവി എന്നുള്ള വ്യക്തി, അദ്ദേഹത്തെ കാണണമെന്നൊക്കെ ഉണ്ട് മനസ്സിൽ. അതിനുമുമ്പ് ഞാൻ യേശുദാസിൻ്റെ ഒരു ഗാനമേള അവിടെ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുണ്ട്, ജയചന്ദ്രൻ്റെ ഗാനമേള കണ്ടിട്ടുണ്ട്, പിന്നെ പിന്നണി ഗായികമാരുടെയൊക്കെ ഗാനമേള അന്ന് ബാംഗ്ലൂർ ടൗൺ ഹാളിൽ ഏത് മലയാള പ്രോഗ്രാം, സിനിമ സംബന്ധിച്ച പ്രോഗ്രാം വന്നാലും ഞങ്ങൾ കാണാൻ പോകും. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. അന്ന് TV ഒന്നുമില്ല, പിന്നെ അവിടെ നാടകമില്ല. തിരുവോണത്തിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരും, അതൊക്കെ ഞങ്ങൾ പോയി കാണും. ഞങ്ങൾ മലയാളികൾ ഞങ്ങൾ പോയി കാണും. ഏതായാലും ഞാൻ മദ്രാസിൽ സിനിമയിലേക്ക് വന്നു. ഞാൻ കുറച്ച് അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറാവുന്നു. പിന്നീട് N. ശങ്കരൻ നായർ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാവുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് കാലഘട്ടം കൊണ്ട് ഞങ്ങളുടെ മദ്രാസിൽ കുറേയുള്ള സിനിമാക്കാരെ ഞങ്ങൾ പരിചയപ്പെടുന്നു.
ആ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ രവീന്ദ്രൻ ഒരിക്കൽ എന്നെ വിളിച്ചു. ഞാൻ അഞ്ചക്കാരനാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ. ശോഭയും പുള്ളിക്കാരനുള്ള ഒരു പ്രണയമാകൊണ്ട് അത് ഞാൻ പിന്നീട് പറയാം, പിന്നീട് തുറന്ന് പറയാം. അപ്പോൾ ചെല്ലുമ്പോൾ നല്ല ആൺകുട്ടി, രണ്ട് ആൺകുട്ടികൾ, സാജനും രാജനും, ഇരട്ടകളാണ്. ഇപ്പോൾ അതിനിടയിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്, തൊട്ടിൽ കിടന്നുറങ്ങുന്നു, ബാലസുബ്രഹ്മണ്യം. എന്നിട്ട് ശോഭ ആഹാരം കഴിക്കാതെ വിട്ടില്ല. ഇപ്പോഴും വലിയ മ്യൂസിക് ആയപ്പോഴും ഞാൻ ഡയറക്ടറായപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ ശോഭ ആഹാരം കഴിക്കാതെ വിടില്ല. അത് വേറെ കാര്യം. അത് ഞങ്ങളുടെ കുടുംബം എന്താണ്. ശോഭ അങ്ങനെയാണ്, എല്ലാവരും ആഹാരം അവിടെ ചെന്നാൽ ആഹാരം കഴിപ്പിച്ചുള്ള രവീന്ദ്രൻ്റെ സ്വഭാവമാണത്. കാരണം മദ്രാസിൽ കുറേ കാലം പട്ടിണി കിടന്ന കാര്യങ്ങളൊക്കെ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു, ധരിക്കാൻ പോകുന്നില്ല. ഏതായാലും പിന്നെ ഞാൻ രവീന്ദ്രനെ കുറിച്ചാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കുളത്തൂപ്പുഴയാണ് പുള്ളിക്കാരൻ്റെ വീട്. കുളത്തൂപ്പുഴ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് സംഗീത കോളേജിലാണ് പഠിച്ചത്, നമുക്കറിയാം. അതിനുശേഷം പുള്ളിക്കാരൻ പാട്ടെല്ലാം കഴിഞ്ഞ ശേഷം നേരെ മദ്രാസിൽ പോയാലല്ലേ പാട്ട് കിട്ടുള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ മദ്രാസിലേക്ക് പോകുന്നു. കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ്, ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാഷ്, ബാബുരാജ്, അർജുന മാഷ്, അന്നത്തുള്ള പ്രശസ്തരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടറെല്ലാം കാണുമല്ലോ. ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ ഒട്ടുമിക്ക ഡയറക്ടർമാരെയും ഞാൻ പോയി കണ്ടിരുന്നു. ചാൻസ് കിട്ടുമെന്നൊരു ധാരണയാണ് പോകുന്നത്. പക്ഷേ അത് തരാൻ പറ്റില്ല. കാരണം അത് പിന്നീട് ഞാൻ സംവിധാനമായ ശേഷമാണ് അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാവുന്നത്, മനഃപൂർവ്വം അല്ല. ഏതായാലും അങ്ങനെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ഇരിക്കവേ ഒരു ദിവസം ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞു, എടാ ഞാനിങ്ങനെ ചെറിയ കോറസും ഒക്കെ പാടിക്കൊണ്ട് നിൻ്റെ നാട്ടുകാരനെ കൊണ്ട് നടന്നാൽ മതിയോ? നിൻ്റെ ഡയറക്ടർ തുടങ്ങിയിട്ട് പാട്ട് തരാൻ പറയടാ എന്ന് പറഞ്ഞു. ഈ ഇടാന്ന് പോടാന്ന് വിളി ഞങ്ങൾ തമ്മിൽ എന്നെക്കാളും പുള്ളിക്കാരൻ പ്രായ വ്യത്യാസം അല്പം കൂടുതലാണെങ്കിലും എനിക്കറിയില്ല രവീന്ദ്രൻ എന്നെക്കാളും പ്രായം കൂടുതലാണെന്നുള്ളത്. ഞാനത് പോടാ എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലൊരു കാര്യമുണ്ട്, ഇടയെന്നൊരു വിളിയുണ്ട് കൊല്ലംകാർക്ക്. ഇയാൾ അങ്ങോട്ട് പോയോടെ വന്നോടെ, എന്താ ഇട എന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ എറണാകുളത്തുകാർ ഇടോ എന്ന് വിളിക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾ ഇടേ വിളിക്കുന്നത്. സമപ്രായക്കാരങ്ങനെ വിളിക്കും, അത് സ്നേഹം കൊണ്ടാണ്. പിന്നെ രവി എന്നെ ഇടാന്ന് വിളിച്ചില്ലെങ്കിലേ എനിക്ക് വിഷമമുള്ളൂ. അങ്ങനെയാണ് ഞാൻ തിരിച്ചങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിനൊരു വിഷമമില്ല. പ്രായം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഏതായാലും ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടിൽ പോകും, തിരിച്ചു വരും. അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എടാ നിൻ്റെ സംവിധാനത്തിൽ പറഞ്ഞിട്ട് പാട്ട് എന്ന് വല്ല പറഞ്ഞാൽ നോക്കടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രവി എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടറൊക്കെ തീരുമാനിക്കുന്ന ഡയറക്ടറാണ്, പിന്നെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നീ തന്നെ പോയിട്ട് കാണാം എന്നൊക്കെ പറയാമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അപ്പോൾ മദനോത്സവത്തിൻ്റെ ഷൂട്ടിംഗ് എനിക്ക് ഡബ്ബിങ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രവിയാണെങ്കിൽ നല്ല ശബ്ദമാണ്, മനോഹരമായിട്ട് സംസാരിക്കുക, അഭിനയിച്ച് പലതും പറയാൻ അറിയാം. റോഡിലെ ഒരു നായ പോയാൽ തന്നെ ഈ തിരിഞ്ഞു നോക്കി പറയുകയാണെങ്കിലും രവി ഡബ് ചെയ്യും. രവി എങ്ങനെയാണ് എന്നെ കളിയാക്കാനത്? സായ കയറി പോടാ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പോടാ എന്നാണ് വട്ടി പറയുന്നതെന്ന് പറയും. കാരണം ചിരിപ്പിക്കാനാണ് ആ രീതിയിൽ പറഞ്ഞാൽ അഭിനയിച്ച് പറയും എന്നതിൻ്റെ തുല്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും മിമിക്രിക്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ മിമിക്രി പോലെ സംസാരിക്കും. തിക്രി സാറിൻ്റെയൊക്കെ ശബ്ദം അതേപോലെ അനുകരിക്കും. കുറച്ച് സാറിൻ്റെ ശബ്ദം ഒരു പ്രത്യേക രീതിയാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഏതെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ പറ, എനിക്ക് ആരുടെയും പോയി റിക്വസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ മദനോത്സവത്തിൽ തിക്കൃഷി സാറിൻ്റെ മാനേജറായിട്ടൊരു ജയരാജ് എന്നൊരാളെ അഭിനയിച്ചു വന്നു. 3-4 സീനുണ്ട്. നല്ല സുമുഖനാണ് അയാൾ. അയാൾക്ക് ഡബ് ചെയ്യാനായിട്ട് അയാൾ അന്നില്ല. അയാൾ പെട്ടെന്ന് തൃശ്ശൂർക്കാരനാണ്, നാട്ടിൽ പറ്റി പോയി. അപ്പോൾ അന്ന് ഇതുപോലെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷനോ ഡബ്ബിങ്ങിൻ്റെ ഒരു ശാഖ അന്നില്ല മദ്രാസിൽ. ചെറിയ ചില ശബ്ദങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരാണ് ആ ശബ്ദം കൊടുക്കുക. അത് ചെറിയ ശബ്ദം, മിക്കവാറും ടോക്കി സ്റ്റുഡിയോക്കകത്താണ് എടുക്കുന്നത്. ഔട്ട്ഡോർ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് അഭിനയിച്ച ആൾ തന്നെ വന്നിട്ട് സൗണ്ട് ഡബ് ചെയ്യും. അപ്പോൾ ഇത് ചെറിയ അഭിനയിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് അറിയാവുന്ന നാടകമൊക്കെ അഭിനയിച്ച് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരെ വിളിച്ചിട്ട് ചെയ്യിക്കും. അത് കുറച്ച് പരിചയസമ്പന്നനാണെങ്കിൽ ഈസിയായിട്ട് പറയും. അപ്പോൾ ഈ മാനേജറായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾ ജയരാജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി രവീന്ദ്രൻ്റെ ശബ്ദം നല്ല ശബ്ദമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം, അപ്പോൾ ഞങ്ങൾ ദിവസവും കാണും വൈകുന്നേരങ്ങളിൽ ഒരു പത്രക്കടയുണ്ട് അവിടെ, ഈ മനോരമ പത്രം. രാവിലെ പത്രം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് അവിടെ അന്ന് മദ്രാസിൽ പത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവിടെ വെച്ച് രവി എടുത്തു, രവി ഈ മദനോത്സവം, കമലഹാസനൊക്കെ അഭിനയിച്ച പടമാണ് മദനോത്സവം. തിക്കുറിശിയുടെ മകനാണ് കമലഹാസൻ. അതിൽ തിക്കുറിശി സാറിൻ്റെ മാനേജർ എന്നുള്ള ആളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നല്ല ശബ്ദം കിട്ടിയാൽ കൊള്ളാം. മിക്കവാറും ശങ്കരൻ നായർ സാർ എന്നെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദം പോരാ എന്ന് എനിക്ക് തന്നെ തോന്നി. അത് കുറച്ച് നല്ല ശബ്ദം വേണം. അപ്പോൾ ഞാൻ രവി പറഞ്ഞു, രവി ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു മാനേജർ ശബ്ദമുണ്ട്, ഒരു 2 സീനുണ്ട്, നിനക്ക് സംസാരിക്കാമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് സാറിനോട് പറയാം. രവിയുടെ ഭാവം മാറിയല്ലോ. എന്നെ എന്തുകൊണ്ട് ഞാൻ വളരെ മോശപ്പെട്ട സംഭാഷണം അദ്ദേഹത്തിനോട് പറഞ്ഞ മാതിരി, എടാ പട്ടി കഴിവുള്ളവനാണ് വിളിച്ചു കേട്ടോ, അത് ഉറക്കെ പറയുന്നില്ല, ചില അങ്ങനത്തെ തെറി വിളിക്കുക തന്നെ.
എനിക്ക് ദേഷ്യമൊന്നുമില്ല, കാരണം രവി വിളിച്ചില്ലെങ്കിലേ എനിക്ക് വിഷമമുള്ളൂ. അല്ല കാരണം അങ്ങനെയാണ് പുള്ളി. ഞങ്ങൾ ആ സംഭാഷണത്തിൽ ഒരു വാത്സല്യമുണ്ട്. പുള്ളിക്കാരൻ മിക്കവാറും മലരെന്ന് വിളിച്ചിട്ട് സംസാരിക്കാറുള്ളൂ ഫോണിൽ. എടാ സാജ മലരെ നടത്താൻ അറിയാമല്ലോ, അങ്ങനെയാണ് പുള്ളിനെ വിളിക്കുന്നത്. അതെനിക്കിഷ്ടമാണ്. ഞാനും വിട്ടുകൊടുക്കാറില്ല, ഞാനും അങ്ങനെ തന്നെ വിളിക്കും. ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൻ പറയും, ചേട്ടാ നീ അങ്ങനെ നിനക്ക് ഇത്ര ശ്വാസം മുട്ടുണ്ടോ, നീ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവ എന്നെ പറയും, ഞാനങ്ങനെ ഡബ്ബറൊന്നുമല്ല. ആ ഡബ്ബിങ് ചെയ്യുന്ന ആളിന് ഡബ്ബർ എന്നാണ് പറയുക. അയാൾ അദ്ദേഹത്തിൻ്റെ വാക്കാണ്, എൻ്റെ വാക്കൊന്നുമല്ല കേട്ടോ. ഞാൻ ഡബ്ബറൊന്നുമല്ല. അങ്ങനെ ഒരാൾക്ക് സംഭാഷണം കൊടുക്കാമെന്ന് ഞാനില്ല. ഞാൻ പറ്റുമെന്ന് നീ പറ, ഞാൻ ഒരു പാട്ടുകാരനാണെന്നുള്ള രീതിയെങ്കിലും നീ സാറിനോട് പറഞ്ഞാൽ മതി. അതൊന്ന് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെങ്കിൽ നീ പറഞ്ഞാൽ മതി. ഏതായാലും ഞാനില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്ത് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് 6-6:30 മണി എൻ്റെ വീട്ടിൽ രവി വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മുഖമൊക്കെ കണ്ട്, എടാ സോറിടാ. ഞാൻ പറഞ്ഞു, എന്ത് നിന്നെ ഇന്നലെ ചീത്ത വിളിച്ചില്ലേ? അത് നീ എന്നെ എപ്പോഴും വിളിക്കുന്നതാണല്ലോ സോറി, പിന്നെ എന്ത് സോറി പറയാൻ? അല്ലടാ, ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്ത്? ഇന്നലെ നീ പറഞ്ഞ കാര്യം ശോഭയെടുത്ത് പറഞ്ഞു. ശോഭ എന്നെ ഇനി പറയാൻ തെറിയില്ലടാ. എന്ത്? നല്ല കാര്യമല്ലേ സായം പറഞ്ഞത്? നിങ്ങൾ പാട്ട് കിട്ടുമ്പോൾ പാട്ട് തരും. ഒരു നല്ല ഒരു അഭിനയിച്ചൊരാളുടെ ശബ്ദം കൊടുക്കാൻ രവിയേട്ടന് നല്ല ശബ്ദം ഉള്ളതുകൊണ്ടല്ലേ സാജൻ അങ്ങനെ പറഞ്ഞത്. അത് നല്ല കാര്യം പറയുമ്പോൾ നിങ്ങളെന്താ, നിങ്ങൾ പാട്ട് പാടേ ഉള്ളൂ, ഇത് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് എടാ ഞാൻ ശബ്ദം കൊടുക്കാടാ, ഞാൻ ഡബ്ബിയാടാ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ശങ്കരൻ നായർ സ്ഥാനത്ത് പറഞ്ഞു. രവീന്ദ്രൻ മധുരോത്സവത്തിൽ ആ മാനേജറുടെ ശബ്ദം കൊടുത്തു. മനോഹരമായിരുന്നു. കൂടുതൽ ടേക്കൊന്നും വേണ്ടതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളായിട്ട് പുള്ളി പറഞ്ഞു. പിന്നീടുള്ള കഥ അറിയാമല്ലോ. പിന്നീട് രവീന്ദ്രൻ അറിയാം, മദ്രാസിൽ അറിയപ്പെടുന്ന ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായി. രവികുമാരൻ നടനില്ലേ, ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്ന ആ രവികുമാറിൻ്റെ ശബ്ദം രവീന്ദ്രനാണ്. ഭയങ്കര പ്രശസ്തമെന്ന് വെച്ചാൽ സമയം പുള്ളിക്കാരൻ ഇരിക്കാൻ സമയമില്ലാത്ത രീതിയിലായി. അങ്ങനെ ഒരു പുഷ്കര കാലം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. എന്നോട് ഒരുപാട് താങ്ക്സ് പറയും. ഞാൻ രവിയുടെ വീട്ടിൽ പോകും, രവി എൻ്റെ വീട്ടിൽ വരും. അങ്ങനെ ഇരിക്കുകയാണ്. നവരത്ന മൂവി മേക്കേഴ്സിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു യൂണിയനുണ്ട്. തിരുവനന്തപുരത്തുള്ള ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ചീഫ്. അവർക്ക് അവരുടെ യൂണിയൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇദ്ദേഹം ബാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹം ഞങ്ങളുടെ തമ്പുരാട്ടി എന്ന് ഞാൻ വർക്ക് ചെയ്ത ശങ്കരൻ നായർ സാറിൻ്റെ പടത്തിൻ്റെ ചീഫ് മേക്കപ്പ് മാനായിരുന്നു. സോറി. അങ്ങനെ പുള്ളിക്കാരൻ്റെ കെയർ ഓഫിൽ ഒരു പടം പ്ലാൻ ചെയ്യുകയാണ്, നവരത്ന മൂവി മേക്കേഴ്സ്. ശശികുമാർ സാറാണ് അതിൻ്റെ സംവിധായകൻ. അങ്ങനെ ഇരിക്കവേ ഒരു പൂവച്ചക്കാതറും സത്യനന്ദിക്കാടുമാണ് പാട്ടെഴുതുന്നത്. ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ആയാലോ എന്ന് ഒരു ആലോചന ഉണ്ടെന്ന് ഈ ബാലകൃഷ്ണൻ അറിയിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ നമ്മുടെ യേശുദാസ് സാറാണെങ്കിൽ ദാസേട്ടൻ തങ്ങൾ വിളിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗായകനാണ് രവീന്ദ്രൻ. കാരണം ഒരുപാട് പേര് സിനിമയിൽ പാടാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും സംഗീതം പഠിച്ചിട്ടുള്ള, അവഗാഹമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പാട്ടുകാരന് അവിടെ മുമ്പ് വന്നിട്ടില്ല. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ മോശം പറയുകയല്ല. മാത്രമല്ല ദാസേട്ടന് രവീന്ദ്രൻ്റെ ഭയങ്കര വിശ്വാസവുമാണ്. പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ സംഗീതത്തെക്കുറിച്ചാണ്. ദാസേട്ടനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ദാസേട്ടൻ നവരത്ന മൂവി മേക്കേഴ്സ് ഒരു പുതിയ ആൾക്കാരല്ലേ, ദാസേട്ടൻ എന്ത് പറഞ്ഞാലും അവർക്കൊക്കെ ഉണ്ട്. ശശികുമാർ സാറിനോട് പറയുന്നു, അപ്പോൾ ഏതായാലും നവരത്ന മൂവി മേക്കേഴ്സിന് നമ്മളൊരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടെടുക്കുകയാണ്. ഞാൻ പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല ഞാൻ പാടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടാൽ നന്നായിരിക്കും. ഒരു പുതിയ സംഗീത സംവിധായകനെ ഞാൻ പരിചയപ്പെടുത്തി. അത് വേറെ ആരുമല്ല, നല്ല സംഗീതത്തിൽ അവഗാഹമുള്ള ഒരു സംഗീതത്തിനാണ് കോത്തൂപ്പുഴ രവി. നിങ്ങളറിയും. അറിഞ്ഞു. അപ്പോൾ ശശികുമാർ സാർ ചോദിച്ചു, പുള്ളി മ്യൂസിക് ഡയറക്ടറാണോ? അതെ, മ്യൂസിക് ഡയറക്ടറാണ് നമ്മൾ ആക്കുന്നു. ആരും ജന്മന ഒന്നും മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളവരല്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ഈ മ്യൂസിക് ഡയറക്ഷനിൽ പാകത വന്നിട്ടുണ്ടെങ്കിൽ ചിലവ് മുഴുവൻ ഞാൻ വഹിക്കുന്നതാണ്. അപ്പോൾ പിന്നെന്ത് വേണം, ദാസേട്ടനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ആവില്ല എന്നറിയാം. അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ. അപ്പോൾ രവീന്ദ്രേട്ടൻ കുളത്തൂർ രവിയോട് ദാസേട്ടൻ പറഞ്ഞു, പുഴയും കായലൊക്കെ എടുത്ത് കളയടേ, നിൻ്റെ അച്ഛൻ പേര് വെച്ചില്ലേ രവീന്ദ്രൻ, ഇന്ന് വരുന്ന ഈ രവീന്ദ്രൻ മതി കേട്ടോ. ഓക്കെ. അങ്ങനെയാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന, നമ്മൾ രവീന്ദ്രനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകൻ്റെ ഉത്ഭവം, ജനനം. ആ പാട്ട് ഒന്നിനൊന്ന് വെച്ചല്ലേ. താരകേ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ. 2 പാട്ട് സത്യനന്ദിക്കാട് എഴുതി, 2 പാട്ട് പൂച്ചൽക്കാട് എഴുതി. ആ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്.
പടം ഭയങ്കര ഹിറ്റാണ്. അതോടുകൂടി രവീന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ വാനോളം ഉയർന്നു. ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഏത് പാട്ടാണ് മാറ്റി നിർത്താൻ പറ്റുക? ഓരോരോ പാട്ടുകൾ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് തീരില്ല. അതുകൊണ്ട് രവീന്ദ്ര സംഗീതം എന്നുള്ള സംഭവം ഒരു പ്രസ്ഥാനം തന്നെ ഉടലെടുക്കാൻ കാര്യം നമ്മുടെ രവീന്ദ്രൻ. പ്രിയങ്കരനായ രവീന്ദ്രനെ കുറിച്ച് എനിക്ക് വാദവരാതെ പറയാൻ പറ്റും. പുള്ളിക്കാരൻ വരെ മരിച്ചിട്ട് ഏതാണ്ട് 20 വർഷത്തോളം ആവുന്നു. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ രവീന്ദ്രൻ എന്നുള്ള അതുല്യ പ്രതിഭയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞാനുണ്ട്. നേരത്തെ പറഞ്ഞവരെ എൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ 2 ഇരട്ടകളായ 2 ആൺമക്കളും ഒരുമിച്ചാണ് പഠിച്ചത്. എൻ്റെ ഒരു മ്യൂസിക് അതിലൊരു മകൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അയാൾ സാലൻ ഇപ്പം തെലുങ്കിലും തമിഴിലൊക്കെ പ്രശസ്തനാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ഇനിയൊരു അവസരത്തിലാകാം. നന്ദി, നമസ്കാരം.